ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് എൻ്റെ സ്കൂൾ, കണ്ണൂർ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ. പഴയ ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ചതായിരുന്നു ഈ കെട്ടിടം. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് സംസ്കാരത്തിൻ്റെ പല തിരുശേഷിപ്പുകളും അവിടെ കാണാം. 46 വർഷങ്ങളുടെ ഇടവേള. പയ്യാമ്പലം ബീച്ചിൽ പോകുമ്പോൾ പലപ്പോഴും എൻ്റെ സ്കൂൾ കടന്നു വേണം പോകാൻ. അപ്പോഴെല്ലാം താഴിട്ട ഗേറ്റിലൂടെ ഉള്ളിലേക്ക് കൊതിയോടെ നോക്കുമായിരുന്നു. പഴയ എൻ്റെ 10 വർഷം ബാല്യവും കൗമാരവും കടന്നു പോയത് അറിഞ്ഞില്ല. മനസ്സിൽ ഒരു തേങ്ങലായി. ആ തിരുമുറ്റത്ത് വീണ്ടും ഒരിക്കൽ കൂടി കാണാനുള്ള വെമ്പൽ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചു. അങ്ങനെയിരിക്കെ സ്കൂൾ മൊത്തത്തിലുള്ള ഒരു പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പോൾ അന്ന് പഴയ 2-3 സുഹൃത്തുക്കളെ കണ്ടുമുട്ടി. സ്കൂളിന് മൊത്തത്തിൽ ഒരു മാറ്റമുണ്ടായിരുന്നു. അസംബ്ലി നടക്കാറുള്ള ഗ്രൗണ്ടിൻ്റെ സ്ഥാനത്ത് വലിയ കെട്ടിടങ്ങൾ, പിങ്ക് നിറത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന കടുക്കൻ പൂക്കളുടെ വള്ളികൾ ഇപ്പോൾ ഒന്നും കാണാനില്ല. എൻ്റെ സ്കൂളിന് മാത്രമുള്ള ഇടനാഴികൾ, 2ാം നിലയിൽ കയറാനുള്ള മരക്കോണിപ്പടികൾ, അവിടെ നിന്ന് പടിഞ്ഞാറോട്ട് നോക്കിയാൽ കാണുന്ന നീല നിറത്തിലുള്ള അറബിക്കടൽ, ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാനുള്ള നീണ്ട സിമൻ്റ് പടികൾ, ഉച്ചക്ക് പോയിരിക്കുന്ന സ്റ്റെപ്പിന് താഴെയുള്ള ചെറിയൊരു ഗുഹ. വീണ്ടും ഇതൊക്കെ കാണണമെന്ന മനസ്സിൽ മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. പ്രൈമറി ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ പൊട്ടിയ സ്ലേറ്റും 5-6 പെൻസിലുകളും പേജ് കീറിപ്പോയ ടെക്സ്റ്റ് ബുക്കും, എല്ലാറ്റിനുമുപരി വിശപ്പും. എന്നാലും ഇൻ്റർവെൽ പീരീഡിൽ ഓടിക്കളിക്കും. വിശന്ന് സ്കൂളിൽ വന്ന മറ്റനവധി കുട്ടികളും ഉണ്ടായിരുന്നു. പഠിപ്പിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഒന്നും അറിയില്ല. ഇടയ്ക്കിടെ ടെക്സ്റ്റ് ഇല്ല, നോട്ടില്ല, ഹോംവർക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ചൂരൽ കഷായം കിട്ടിയാലും സ്കൂളിൽ പോകാൻ മടി തോന്നാറില്ല. വൈകുന്നേരം സ്കൂളിനടുത്തുള്ള കോൺവെൻറ്റിൽ നിന്ന് കൊടുക്കുന്ന ഗോതമ്പ് ഉപ്പുമാവിൻ്റെ രുചി പിന്നീട് ഒരിക്കലും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. കൂടെ പാൽത്തരി എന്നൊരു ഡ്രിങ്കും കിട്ടും. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടീച്ചർമാർ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു, SSLC എങ്ങനെയെങ്കിലും കടന്നു കിട്ടാൻ. പക്ഷേ ആ കൊല്ലം 210 മാർക്ക് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ കണക്കിൽ മോശമായിരുന്ന ഞാൻ SSLC പാസ്സായി. ഈയിടെ ഞാൻ വീണ്ടും സ്കൂളിൽ പോയി. പ്രിൻസിപ്പൾ ഒരു വളരെ നല്ലൊരു സ്ത്രീയായിരുന്നു. ഞങ്ങൾക്ക് ഒരു ഗെറ്റ് ടുഗദർ നടത്താൻ പെർമിഷൻ എടുക്കാൻ വേണ്ടിയായിരുന്നു പോയത്. അന്ന് നല്ല മഴ ദിവസമായിരുന്നു. അന്ന് ഞാൻ സ്കൂൾ മൊത്തം കണ്ടു. വേറൊരു ദിവസം ഞാനും വഹീദയും പോയി. അന്ന് തിരിച്ചു വരുമ്പോൾ മനസ്സിലെവിടെയോ ഗൃഹാതുര സ്മരണകൾ ഒരു നനുത്ത സ്പർശം അനുഭവപ്പെട്ടു. സ്കൂളിൻ്റെ ഇപ്പോഴത്തെ സാരഥികളായ പ്രീത ടീച്ചറും ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാളും നമുക്ക് ഒരുപാട് പിന്തുണ നൽകിയിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഗെറ്റ് ടുഗദറിൻ്റെ വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരുന്നതാണ്.